ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. സോ സൺഡേ നൈറ്റ് വളരെ ക്ലോസ്ലി പാക്ഡ് ഷെഡ്യൂളായിരുന്നു. ലാലീഗയിലും പ്രീമിയർ ലീഗിലും പ്രസ്റ്റീജിയസ് പോരാട്ടങ്ങളാണ് നടന്നത്. ലാലീഗയിലേക്ക് നോക്കുകയാണെങ്കിൽ ടേബിളിൻ്റെ ടോപ്പ് 2 ടീംസ് എൽ ക്ലാസിക്കോ തന്നെയായിരുന്നു, ബാഴ്സയും റയൽ മാഡ്രിഡും തമ്മിൽ. പ്രീമിയർ ലീഗിലേക്ക് നോക്കുകയാണെങ്കിലും അവിടെയും ടോപ്പ് 2 ടീംസ് ലിവർപൂളും ആർസണലും ആൻഫീൽഡിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയായിരുന്നു. സോ ഇനി ലാലിഗയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ടൈറ്റിൽ ഡിസൈഡിങ് മാച്ച് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാവുന്നൊരു മാച്ച് തന്നെയായിരുന്നു. പക്ഷേ പ്രീമിയർ ലീഗിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കാര്യമായിട്ടൊന്നും ഡിസൈഡ് ചെയ്യാനൊന്നുമില്ല. കാരണം ഓൾറെഡി ലിവർപൂൾ കിരീടം വിജയിച്ച് കഴിഞ്ഞതാണ്. പക്ഷേ ആർസണലിന് എത്ര പെട്ടെന്ന് ആ ഒരു ടോപ്പ് 5 സ്പോട്ട് സീൽ ചെയ്യാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് നമുക്കതിൽ നിന്ന് കാണാൻ പ്രതീക്ഷിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. സോ ഇനി ലാലിഗയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ മത്സരം സ്റ്റാർട്ട് ചെയ്തത് അവിടെയാണ്. പിന്നീട് 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പ്രീമിയർ ലീഗിൽ മത്സരം സ്റ്റാർട്ട് ചെയ്തത്. സോ ഒരു കുറച്ച് ഫ്രാക്ഷൻ ഓഫ് ടൈം സെക്കൻഡ് ഹാഫ്, എൽ ക്ലാസിക്കോൻ്റെ സെക്കൻഡ് ഹാഫൊക്കെ വന്നപ്പോൾ 2 മത്സരം ഒരുമിച്ച് കാണേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ നമ്മൾ വന്നു. എനിവേ ഫസ്റ്റ് നമ്മൾ ആ ഓർഡർ വൈസ് ലാലിഗയിലേക്ക് ചെല്ലുകയാണെങ്കിൽ സീസണിലെ 4ാമത്തെ എൽ ക്ലാസിക്കോ ആയിരുന്നു. അത് ബാഴ്സയുടെ ഹോം മാച്ചായിരുന്നു. 4ാമത്തെ എൽ ക്ലാസിക്കോയിലും ഒരു ഉത്തരവും ഇല്ലാണ്ട് കാർലോ ആൻസെലോട്ടിയുടെ ടീമിനെ തോൽക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു ഡോമിനേറ്റിംഗ് ഫാഷനിൽ തന്നെ. ഇപ്പോൾ സ്കോർ ലൈൻ നോക്കുകയാണെങ്കിൽ 4-3 എന്നുള്ള സ്കോർ ലൈനിലാണ് മത്സരം അവസാനിച്ചത്. ബാഴ്സയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 4ാമത്തെ എൽ ക്ലാസിക്കോ വിക്ടറി, ഒരേ സീസണിൽ തന്നെ 4 എൽ ക്ലാസിക്കോ വിക്ടറി. പക്ഷേ ആ ഒരു സ്കോർ ലൈനേക്കാളും ഉപരി ബാഴ്സയുടെ ഡോമിനൻസ് മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം, 2 ഗോളിന് ലീഡ് 15 മിനിറ്റ് ആയപ്പോഴേക്കും 2 ഗോളിൻ്റെ ലീഡ് നേടിയ റയൽ മാഡ്രിഡാണ് പിന്നീട് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോഴേക്കും 4 ഗോൾ ഏറ്റുവാങ്ങിയത് എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ 5ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബാപ്പേനെ ഗോൾ കീപ്പറെ ഷെസ്നി ബോക്സിൽ കിട്ടിയ പെനാൽറ്റി കിലിയൻ എംബാപ്പേനെ കൺവേർട്ട് ചെയ്തു. അതിനുശേഷം 14ാമത്തെ മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ വെച്ച് കൊടുക്കുന്ന ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ചാൻസ് കറക്റ്റായിട്ട് തന്നെ കിലിയൻ എംബാപ്പെ ഫിനിഷ് ചെയ്തു. അങ്ങനെ സംഭവം 2-0 എത്തി 15 മിനിറ്റ് ആയപ്പോഴേക്കും ബാഴ്സയുടെ ഹോം സ്റ്റേഡിയത്തിൽ. അതിനുശേഷം 19ാമത്തെ മിനിറ്റിൽ കോർണറിൽ നിന്നാണ് എറിക് ഗാർഷ്യ ബാഴ്സയ്ക്ക് വേണ്ടി ഗോൾ നേടിക്കൊടുത്തത്. ആൻഡ് 32ാമത്തെ മിനിറ്റിൽ ഒരു സ്ഥിരം ചടങ്ങ് എന്ന് പറയുന്ന പോലെ ലെമിൻ യമാലിൻ്റെ വക റൈറ്റ് ആംഗിളിൽ നിന്നും ബോക്സിൻ്റെ എഡ്ജിൽ നിന്നും ഒരു കേർവിങ് ഷോട്ട് സ്ഥിരം നമ്മൾ കണ്ടുവരുന്നൊരു കാഴ്ചയാണ്. ഇപ്പോൾ അതിൻ്റെ അഗൈൻ ഈ ഒരു മത്സരത്തിൽ ആവർത്തിച്ചു എന്നുള്ളതാണ്. 32ാമത്തെ മിനിറ്റിൽ അങ്ങനെ ഈക്വലൈസിങ് ഗോൾ കണ്ടെത്തി. 2 മിനിറ്റിന് ശേഷം 34ാമത്തെ മിനിറ്റിൽ പിന്നീട് വന്ന 2 ഗോളുകളിലും ഒരു ഡിഫൻസീവ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ റയലിൻ്റെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മിഡ്ഫീൽഡിൽ കിലിയൻ എംബാപ്പയും സെബയോസും തമ്മിലൊരു ക്ലാഷ് വരുന്നു. കിലിയൻ എംബാപ്പയുടെ കാലിൽ നിന്ന് പന്ത് നഷ്ടപ്പെടുന്നു. അതിനുശേഷം പെഡ്രി ആ പന്ത് എടുത്ത് റഫീനയ്ക്ക് അറ്റാക്കിങ്ങിലേക്ക് വെച്ച് കൊടുക്കുന്നു. റഫീനെ ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ സ്കോർ ലൈൻ 3-2 എത്തി. അതിനുശേഷം ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് 45ാമത്തെ മിനിറ്റിലാണ് റഫീന തന്നെ 4ാമത്തെ ഗോളും നേടിയത്. ആൻഡ് ഇത്തവണ മിസ്റ്റേക്ക് പറ്റിയത് ലൂക്കാസ് വാസ്കസിന്, ക്യാപ്റ്റനായ ലൂക്കാസ് വാസ്കസിന് ഡിഫൻസീവ് ലൈനിൽ പന്ത് നഷ്ടപ്പെടുകയായിരുന്നു. അത് മുതലാക്കി ഫെറാൻഡോ ടോറസിൽ നിന്ന് പന്ത് ഏറ്റുവാങ്ങിയ റഫീനയാണ് ആ ഒരു 4ാമത്തെ ഗോൾ നേടിയത് എന്നുള്ളതാണ്. സോ 2 ഗോളിന് 15 മിനിറ്റ് ലീഡിൽ നിന്നതിന് ശേഷം ഫസ്റ്റ് ഹാഫ് അവസാനിച്ചപ്പോൾ 4-2 എന്നുള്ള രീതിയിലേക്ക് റയൽ വീണു എന്നുള്ളതാണ്. അതിൻ്റെ അവിടെ റയലിൻ്റെ ഡിഫൻസീവ് സ്ട്രാറ്റജി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫെയിൽഡ് ആയി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. കാരണം മിഡ്ഫീൽഡിൽ നിന്നും വാൽവർദേനെ ഡിഫൻസീവ് ലൈനിലേക്ക് പുള്ള് ചെയ്തൊരു 5-man ഡിഫൻസീവ് ലൈൻ കൊണ്ടുവരാനാണ് ഫസ്റ്റ് ഹാഫിൽ കാർലോ ആൻസെലോട്ടി ശ്രമിച്ചത്. പക്ഷേ അത് ഒരു രീതിയിലും വർക്കൗട്ട് ആയില്ല എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ കുഴപ്പമില്ല, പ്ലെയേഴ്സിൻ്റെ മിസ്റ്റേക്ക് തന്നെയായിട്ട് തന്നെ പറയേണ്ടി വരും. ഡിഫൻസീവ് അവയർനെസ് പ്ലേയേഴ്സിന് വളരെ കുറവായിരുന്നു എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. കാരണം വിങ്സിലൂടെ എല്ലാം ചാൻസസ്, ദേ വർ ക്രിയേറ്റിംഗ് ചാൻസസ് ഫോർ ഫൺ എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലാണ് ബാഴ്സ ചാൻസസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇഫ് കോട്ടുവ പോലൊരു ഗോൾ കീപ്പർ, അത്രയും എഫേർട്ട് വരുന്നൊരു ഗോൾ കീപ്പർ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ സ്കോർ ലൈൻ, ഒരു ഫൈനൽ സ്കോർ ലൈൻ ഈ ഒരു മാർജിനിലൊന്നും അല്ല അവസാനിക്കേണ്ടത്. ഒരു ഇൻസൾട്ടിങ് അല്ലെങ്കിൽ അതിനും മേലെ പറയാവുന്ന ഒരു സ്കോർ ലൈനിലേക്ക് മത്സരം പോയേനെ എന്നുള്ളത്. സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ റയൽ കുറച്ചും കൂടി ബ്രേവായിട്ട് കളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ ഒരു ഡിഫൻസീവ് ഫോർമേഷനിൽ നിന്ന് കുറച്ചും കൂടി മിഡ്ഫീൽഡിലേക്ക് പന്ത് പിടിക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് കളി മാറി എന്നുള്ളതാണ്. സോ അവിടെ ചേഞ്ചസും വന്നു. ആരാഗുലർ ഒന്നും മിഡ്ഫീൽഡിൽ കാര്യമായിട്ട് ഒരു റോൾ ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. സോ അവിടെ ബ്രഹീം ഡയാസ് വന്നു, സെബയോസിനെ മാറ്റി മോഡ്രിച്ചിനെ കൊണ്ടുവന്നു. മേ ബി മോഡ്രിച്ച് ലുക്ക മോഡ്രിച്ച് കളിക്കുന്ന അവസാനത്തെ എൽ ക്ലാസിക്കോ ആയിരുന്നിട്ടുണ്ടാവും അത്. ആൻഡ് പിന്നീട് മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മിഡിൽ കുറച്ചും കൂടി പന്ത് കിട്ടാനായിട്ട് റയൽ കുറച്ചും കൂടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ബട്ട് അവിടെയും ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ബാഴ്സയ്ക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അവർ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെയൊക്കെ കോട്ടോ എന്ന് പറയുന്ന ഗോൾ കീപ്പറിൻ്റെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് റയലിനെ ശരിക്കും സേവ് ചെയ്തെന്നുള്ളതാണ്. അങ്ങനെ 70ാമത്തെ മിനിറ്റ് എത്തിയപ്പോഴാണ് കിലിയൻ എംബാപ്പെ ഹാട്രിക് എൽ ക്ലാസിക്കോയിൽ തികച്ചത് എന്നുള്ളതാണ്. അതൊരു കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷൻ ആയിരുന്നു. മിഡ്ഫീൽഡിൽ നിന്ന് പന്ത് കിട്ടി വിനീഷ്യസ് റൈറ്റ് വിങ്ങിനോട് ഓടുകയായിരുന്നു. സെൻട്രലിലുള്ള കിലിയൻ എംബാപ്പയ്ക്ക് വെച്ച് കൊടുത്തു അവസാനം. ആൻഡ് കിലിയൻ എംബാപ്പെ ഒരു ഹാട്രിക് അവിടെ തികച്ചു എന്നുള്ളതാണ്. 29ാമത്തെ ഗോളാണ്, ടോട്ടൽ 39ാമത്തെ ഗോളാണ് ഈ സീസണിൽ, ഡെബ്യൂ സീസണിൽ റയൽ മാഡ്രിഡിന് വേണ്ടി ഇപ്പോൾ കിലിയൻ എംബാപ്പെ നേടിയിരിക്കുന്നത്. ബട്ട് അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മത്സരത്തിൻ്റെ റിസൾട്ട് മാറ്റാൻ അതുകൊണ്ടൊന്നും സാധിച്ചില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ടീമുകൾക്കും ചാൻസസ് കിട്ടിയിരുന്നു, 2 ടീമുകൾക്കും ഗോൾ നേടാൻ ഇതിന് നല്ല അവസരങ്ങൾ കിട്ടിയെന്നുള്ളതാണ്. പക്ഷേ എനിക്കൊന്ന് കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്തത് ബാഴ്സ തന്നെയാണ്.
ബാഴ്സയുടെ കുറേ നല്ല ഷോട്ടുകൾ കോർട്ടോ സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബാഴ്സയുടെ ഫ്രണ്ടിൽ കുറച്ച് ബ്ലണ്ടർ മിസ്സുകൾ വരുത്തിയില്ലായിരുന്നെങ്കിൽ ഈ സ്കോർ ലൈൻ വളരെയധികം ഉയർന്നേനെ എന്നുള്ളതാണ്. അതുപോലെ റയൽ മാഡ്രിഡിനും പറയത്തക്ക കുറച്ച് ചാൻസസ് മിസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ബാഴ്സ തന്നെ ആ ഒരു ഡോമിനേറ്റിംഗ് ഫാഷനിൽ ഈ മത്സരം വിജയിച്ചു എന്നുള്ളതാണ്. സോ അങ്ങനെ അവരുടെ 28ാമത്തെ ലാലിഗ ടൈറ്റിലേക്ക് അവർക്കൊരു വിജയം കൂടി മതി എന്നുള്ളതാണ്. ഇപ്പോൾ ബുധനാഴ്ച റയലിൻ്റെ മത്സരം വരുന്നുണ്ട്. ആ ഒരു മത്സരത്തിൽ റയൽ തോൽക്കുകയാണ്, മലവർക്കൊക്കെതിരെയാണ് എൻ്റെ ഓർമ്മ. ആ മത്സരം റയൽ തോൽക്കുകയാണെങ്കിൽ ഓൾറെഡി ലാലിഗ വിന്നേഴ്സ് ആവും ബാഴ്സ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ എസ്പാനിയോളായിട്ടൊരു ഡെർബി മത്സരം വരുന്നുണ്ട്. അതിലേക്ക് അവരൊരു വിജയം 3 പോയിന്റ് കണ്ടെത്തുകയാണെങ്കിൽ അവരവിടെ ലാലിഗ വിന്നേഴ്സായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ് എന്നുള്ളതാണ്. സോ ഒരു ഡോമിനേറ്റിംഗ് വേയിൽ തന്നെ ഞാൻ വിചാരിച്ചു കാർലോ ആൻസെലോട്ടിക്ക് ഒരു ഫെയർവെല്ല് കൊടുക്കാനായിട്ട് റയലിനുള്ള ഒരേ ഒരു അവസരം എന്ന് പറയുന്നത് ഈ ഒരു എൽ ക്ലാസിക്കോ, അവസാന അവസരം എന്ന് പറയുന്നത് ഈ ഒരു എൽ ക്ലാസിക്കോ തന്നെയാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അതിനൊതുങ്ങുന്ന ഒരു പെർഫോമൻസ് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആദ്യത്തെ 2 ഗോൾ വന്നെങ്കിലും അതിനുശേഷമുള്ള ഡിഫൻസീവ് പെർഫോമൻസ് വളരെ വീക്കായിരുന്നു എന്നുള്ളതാണ്. ആ ടീം റയൽ ശരിക്കും റീഎൻഫോഴ്സ്മെൻറ്റ്സ് വേണം ഡിഫൻസിൽ. ഇപ്പോൾ ട്രെൻഡ് അലക്സാണ്ടർ-ആർണോൾഡിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, അല്ലാതെ തന്നെ നല്ല രീതിയിൽ ശക്തമായ റീഎൻഫോഴ്സ്മെൻറ്റ്സ് റയലിന് ഡിഫൻസിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ആൻഡ് മത്സരത്തിന് ശേഷം ആൻസലോട്ടി പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് അറ്റാക്കും നന്നായിട്ട് ചെയ്യണം, വി ഹാവ് ടു ഡിഫെൻഡ് വെൽ ടു. നമ്മൾ അറ്റാക്ക് ചെയ്തു നന്നായിട്ട്, പക്ഷേ ഡിഫൻസ് നമ്മൾ ശരിക്കും ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയാൽ അത് ബാഴ്സ മുതലെടുത്തു എന്നുള്ളത് തന്നെയാണ് ആൻസലോട്ടിയും പറഞ്ഞത്. എസ്പെഷ്യലി ആ ഫസ്റ്റ് ഹാഫിൽ ആ 30 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 ഗോളിന് ലീഡിൽ നിന്നതിന് ശേഷം വഴങ്ങിയ ആ ഒരു 30 മിനിറ്റ് വളരെയധികം ഡിഫൻസീവ് മിസ്റ്റേക്സ് വരുത്തി എന്നുള്ളതാണ്. സോ സെക്കൻഡ് ഹാഫ് വാസ് കമ്പാരേറ്റീവ്ലി ബെറ്റർ, ബട്ട് സ്റ്റിൽ ബാഴ്സ നല്ല രീതിയിൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹാൻസി ഫ്ലിക്കിൻ്റെ വക ഒരു ഡൊമസ്റ്റിക് ഡോമിനൻസിനുള്ള എല്ലാ സാധ്യതയും, ഒരു ലോങ് ഡോമിനൻസിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിനുള്ളൊരു തുടക്കമായിട്ട് തന്നെ ഇതിനെ കാണാമെന്നുള്ളതാണ്. ഇപ്പോൾ ലാലിഗ ടൈറ്റിൽ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. റയൽ മാഡ്രിഡിൻ്റെ മത്സരങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ അടുത്തായിട്ട് റഫറീസിന് ഒരുപാട് പ്രഷർ ഉണ്ടാവാറുണ്ട്. സോ റഫറീസിന് നല്ലധികം റോളുള്ള ഒരു മത്സരം തന്നെയായിരുന്നു, എസ്പെഷ്യലി VARന്. കാരണം മത്സരത്തിൽ ഉടനീളം VARന് നല്ല രീതിയിൽ ഇൻ്റർഫിയറൻസ് തരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ചോമനിയുടെ ഒരു ഇൻസിഡൻ്റാണ്. 36ാമത്തെ മിനിറ്റിൽ ചോമനി നടത്തിയൊരു ഫൗള്, ലാസ്റ്റ് മാൻ ആയിരുന്നു ചോമനി എന്നുള്ള പേരിൽ റെഡ് കാർഡിന് വേണ്ടി ബാഴ്സ പ്ലേയേഴ്സ് അപ്പീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ എന്താ പറയുക, അറ്റാക്കിൻ്റെ ആംഗിൾ നേരെ പോസ്റ്റിലേക്ക് ആയിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ മഞ്ഞക്കാരിൽ അവിടെ രക്ഷപ്പെട്ടു പോയി ചോമനി. അതുപോലെ ചോമനിക്കെതിരെ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് അപ്പയിലുണ്ടായിരുന്നു. ആക്ച്വലി ഇറ്റ് വാസ്, എനിക്ക് തോന്നുന്നു ഫെറാൻഡോ ടോറസിൻ്റെ ഷോട്ടായിരുന്നു അത്. ചോമനി ഗോൾ പോസ്റ്റിന് മുമ്പിൽ വെച്ച് ചോമനിയുടെ കയ്യിൽ തട്ടി തെറിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും അൺയൂഷ്വൽ പൊസിഷനിലല്ല കൈ എന്നുള്ള രീതിയിൽ VAR അവിടെ റയൽ മാഡ്രിഡിന് അനുകൂലമായി ഡിസിഷൻ എടുത്തു എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് മുമ്പ് കിലിയൻ എംബാപ്പയുടെ അഗൈൻ ഒരു പെനാൽറ്റി വീഴ്ച ഉണ്ടായിരുന്നു ബോക്സിനകത്ത്. പക്ഷേ അവിടെ കറക്റ്റായിട്ടുള്ള കോൺടാക്റ്റ് വന്നില്ല എന്നുള്ള രീതിയിൽ ബാഴ്സയ്ക്ക് അനുകൂലമായിട്ട് VARന് ഡിസിഷൻ വന്നിരുന്നു. ആൻഡ് അതേപോലെ മത്സരത്തിൻ്റെ അവസാന നിമിഷത്തേക്ക് എത്തിയപ്പോൾ ഫെർമിൻ ലോപ്പസിൻ്റെ വക 5ാമത്തെ ഒരു ഗോൾ ബാഴ്സ നേടിയെന്ന് വിചാരിച്ചാണ്. ശരിക്കും സൂപ്പർ കിടിലൻ പ്ലേ തന്നെയായിരുന്നു അത്. ലെഫ്റ്റ് വിങ്ങിൽ നിന്നും വാൽവെഡയുടെ നിന്ന് പന്ത് തട്ടിപ്പറിച്ച് മോഡ്രിച്ചിനെയും വെട്ടിച്ച് ബോക്സിലേക്ക് കയറി പാനലിൽ കയറി ഒരിടത്തൊരു ഷോട്ടായിരുന്നു കോട്ടുവാനെയും ബീറ്റ് ചെയ്ത്. സോ പക്ഷേ ആ ഒരു ബിൽഡപ്പിനിടയിൽ ഫെർമിൻ ലോപ്പസിൻ്റെ കയ്യിൽ പന്ത് തട്ടി എന്നുള്ള രീതിയിൽ ഗോൾ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം VAR ആ ഒരു ഗോൾ ഡിസലവ് ചെയ്തായിരുന്നു. സോ അങ്ങനെ നല്ല രീതിയിൽ റഫറീസിനും നല്ല റോളുള്ളൊരു മത്സരം തന്നെയായിരുന്നു. എനിവേ എത്ര വലിയ ക്രൂഷ്യലായിട്ടൊന്നും പറയാനില്ല. ആകെ പറയുന്ന ചോമനിയുടെ ആ ഒരു മഞ്ഞക്കാട് ഇൻസിഡൻ്റാണ്. പക്ഷേ എനിക്കും തോന്നുന്നു അതൊരു ആംഗിൾ ഓഫ് അറ്റാക്ക് കുറച്ചുകൂടി പോസ്റ്റിലേക്ക് ആയിരുന്നെങ്കിൽ മേ ബി ഫൈൻ, അത് റെഡ് കാർഡ് ആയേനെ എന്നുള്ളതാണ്. എൻ്റെ റഫറിയുടെ ഡിസിഷൻ ലാസ്റ്റ് മാൻ ആയിരുന്നു ചോമനി എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിവേ റഫറീസ് നല്ല രീതിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള മത്സരം തന്നെയായിരുന്നു ഇത് എന്നുള്ളതാണ്. വളരെ പൾസേറ്റിംഗ് ആയിട്ടുള്ള എൽ ക്ലാസിക്കോ മാച്ച് തന്നെയായിരുന്നു. ആൻഡ് എനിവേ ഹാൻസി ഫ്ലിക്കിൻ്റെ ആ ഒരു ഡോമിനൻസ് എൽ ക്ലാസിക്കോയിലും ലാ ലീഗിലും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ നേരെ പ്രീമിയർ ലീഗിലേക്ക് പോവുകയാണ്. അവിടെ ലിവർപൂൾ വേഴ്സസ് ആർസണൽ മാച്ച് ആൻഫീൽഡിൽ. അവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി ലിവർപൂൾ വിജയിച്ചു കഴിഞ്ഞു. സോ ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുത്തിട്ടാണ് ആർസണൽ പ്ലേയേഴ്സ് ലിവർപൂളിനെ ഗ്രൗണ്ടിലേക്ക് ആനയിച്ചത് എന്നുള്ളതാണ്. സോ അതാണ് അതിൻ്റെ രീതി. പക്ഷെ അവിടെ അപ്പോഴും ലിവർപൂൾ ഫാൻസ് കുറച്ച് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിരുന്നു എന്നുള്ളതാണ്. മിക്കേൽ ആർട്ടറ്റയ്ക്കെതിരെ വലിയൊരു ടിഫോ എല്ലാം അവരുടെ മത്സരത്തിന് മുമ്പ് അവർ ഉയർത്തി കാണിച്ചിരുന്നു. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആകെ വൈറലാണ്. ഓൾവേസ് ദ ബ്രൈഡ്സ് മെയ്ഡ് ബട്ട് നെവർ ദ ബ്രൈഡ് എന്ന് പറയില്ല. നമ്മളിപ്പോൾ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ സൈഡിൽ ബ്രൈഡ്സ് മെയ്ഡായിട്ട് നിൽക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ, അതാണ് മിക്കേൽ ആർട്ടറ്റ എന്നുള്ള രീതിയിൽ ഭൂമിക്കുന്ന രീതിയിൽ ബ്രൈഡ് ആവാൻ കഴിയില്ല, നിങ്ങൾക്ക് എപ്പോഴും ബ്രൈഡ്സ് മെയ്ഡ് ആവാനേ കഴിയുള്ളൂ എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു കാർട്ടൂണിക് കുറച്ച് ഫണ്ണി ആയിട്ടുള്ളൊരു പിക്ചറൊക്കെ വെച്ചിട്ട് മിക്കേൽ ആർട്ടറ്റനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ടിഫോ എല്ലാം ആൻഫീൽഡിൽ ഒരു ഫാൻസ് ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. അത്രയും ക്ലോസ് ഫൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. മേ ബി മിക്കേൽ ആർട്ടറ്റയുടെ കുറേ പരാമർശങ്ങളായിരിക്കും അവരെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക. എനിവേ ഇൻ ടു ദ മാച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു PSG-ക്കെതിരെ നോക്കൗട്ടായതിനു ശേഷം, ചാമ്പ്യൻസ് ലീഗിൽ നോക്കൗട്ടായതിനു ശേഷം അതിൻ്റെ എല്ലാ ക്ഷീണവും കണ്ട ഒരു മത്സരം തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായത് എന്നുള്ളതാണ്.
മിക്കൽ ആർട്ടറ്റയുടെ വാചകത്തിൽ പറഞ്ഞാൽ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത വളരെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലൊരു പെർഫോമൻസ് ആയിരുന്നു ആർസണലിൻ്റെ. വളരെ ഷാഗി ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ ആൻഫീൽഡിൽ. അങ്ങനെ ആൻഫീൽഡിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം. അത് തന്നെ സംഭവിച്ചു. 2-0 ഫസ്റ്റ് ഹാഫ് ലിവർപൂൾ അവസാനിപ്പിച്ചത് എന്നുള്ളതാണ്. സോ അവിടെ മത്സരത്തിന് തുടക്കം നോക്കുകയാണെങ്കിൽ ചാൻസസ് കിട്ടിയത് ആർസണലിനാണ്. ബുക്കായോ സാക്കയ്ക്ക് ഒരു കിഡിലൻ ചാൻസ് കിട്ടിയെന്നുള്ളതാണ് ഫ്രീ കിക്കിൽ നിന്നും. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഷോട്ട് പുറത്തേക്ക് പോയി. അതിനുശേഷം ബോക്സിൽ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് സിറ്റുവേഷനിൽ ട്രൊസാർഡ് വന്നതാണ്. പക്ഷെ അവിടെയും 2 പ്ലേയേഴ്സ് തമ്മിൽ മിസ്കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നു. അത് കറക്റ്റായിട്ട് മുതലാക്കാനായിട്ട് ആർസണൽ പ്ലേയേഴ്സിന് കഴിഞ്ഞില്ല. അതിനുശേഷം 20-ാമത്തെ മിനിറ്റിലും 21-ാമത്തെ മിനിറ്റിലുമാണ് ആ 2 ഗോളുകൾ വന്നത്. വെറും 1 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് 2 ഗോളുകൾ വന്നത് എന്നുള്ളതാണ്. സോ അവിടെ ഡിഫെൻസീവ് മിസ്റ്റേക്ക് തന്നെയാണ് രണ്ടും എടുത്തു പറയേണ്ടത്. കാരണം ഫസ്റ്റ് ഗോൾ വന്നത് ഒരു ഹെഡർ ഗോളായിരുന്നു കോഡി ഗാക്പോൻ്റെ വക. സോ അവിടെ ഒരു കോർണർ വിൻ ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് വിങ്ങിൽ ഒരു ത്രോ വിൻ ചെയ്യുകയാണ് ലിവർപൂൾ ടീം. സോ പെട്ടെന്ന് തന്നെ ത്രോ എടുക്കുന്നു. സോ ഓൾറെഡി ഡിഫെൻസീവ് പൊസിഷനിൽ നിന്ന് മാറി നിൽക്കുന്ന സെൻറ്റർ ബാക്കായ നമുക്കറിയാം സെൻറ്റർ ബാക്ക് പെയറിങ്ങിൽ ഇപ്പോൾ ഉള്ളത് സാലിബയും കിവിയറുമാണ്. സോ ഫസ്റ്റ് മാൻ ടു ദാറ്റ് സൈഡ് വരുന്നത് സാലിബയായിരുന്നു. സാലിബ ഓൾറെഡി ആ ഒരു പന്ത് ക്ലിയർ ചെയ്തതിന് ശേഷം ഔട്ട് ഓഫ് പൊസിഷനിൽ നിൽക്കുകയായിരുന്നു. സോ അവിടെ പെട്ടെന്ന് ത്രോ എടുത്തപ്പോൾ കറക്റ്റ് ഡിഫെൻസീവ് പൊസിഷനിലേക്ക് വരാനോ കോഡി ഗാക്പോനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പാത്ത് വേ ബ്ലോക്ക് ചെയ്യാനോ കറക്റ്റായിട്ട് സാലിബയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സോ കറക്റ്റായിട്ട് ഉള്ളൊരു ക്രോസും അവിടെ വന്നു റോബർട്ട്സൻ്റെ വക എന്നുള്ളതാണ്. കോഡി ഗാക്പോ അൺമാർക്ക്ഡ് ആയിട്ട് വളരെ കംഫർട്ടബിളായിട്ട് പ്രിസൈസ് ആയിട്ട് അവിടെ ഹെഡർ ഗോൾ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. സോ അതിനുശേഷം 1 മിനിറ്റിന് ശേഷം റൈറ്റ് വിങ്ങിൽ സാലയുടെ വക ഒരു ഡയഗണൽ അറ്റാക്കിംഗ് ബോൾ അവിടെ വരികയായിരുന്നു. സോ അവിടെ നോക്കുകയാണെങ്കിൽ കിവിയോറാണ് ആ പന്ത് എത്തേണ്ടത്. സോ അവിടെ സബോസ്ലൈ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സബോസ്ലൈ കിവിയറിൻ്റെ പിറകെയാണ് റണ്ണ് വയ്ക്കുന്നത്. കിവിയറിന് ആ റണ്ണ് ജഡ്ജ് ചെയ്യാനോ അത് മാർക്ക് ചെയ്യാനോ കഴിഞ്ഞില്ല. സബോസ്ലൈ കംഫർട്ടബിളായിട്ട് 2 ഡിഫൻഡേഴ്സിൻ്റെ നടുക്കേക്കൂടെ ആ പന്തിലേക്ക് എത്തുന്നു. ആൻഡ് ലെഫ്റ്റിൽ ഓടിക്കേറിയ ലൂയിസ് ഡയസിന് ആ പന്ത് വെച്ച് കൊടുത്തു എന്നുള്ളതാണ്. ആൻഡ് ലൂയിസ് ഡയസ് ഒരു ഓപ്പൺ ബോക്സിലേക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് തന്നെ, കാരണം ഗോൾ കീപ്പറായ ഓൾറെഡി സബോസ്ലൈൻ്റെ അറ്റാക്ക് ചെയ്യാനായിട്ട് മുന്നോട്ട് കയറി വന്നായിരുന്നു. സോ വളരെ കംഫർട്ടബിളായിട്ട് ലൂയിസ് ഡയസിന് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സോ മത്സരം മുന്നോട്ട് പോകുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഓക്കെ, ആൻഫീൽഡിൽ ഇറ്റ് കുഡ് ഗെറ്റ് അഗ്ലിയർ എന്നുള്ള രീതിയിലേക്കാണ് മത്സരം പോയത്. ഫസ്റ്റ് ഹാഫ് അവസാനിച്ചത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അവിടെയാണ് ഞാൻ എൻ്റെ ടീമിനെ എനിക്ക് അത്യാവശ്യം പ്രൗഡായിട്ട് തോന്നിയത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നമ്മൾ കളി കുറച്ച് ഫൈറ്റ് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. നമുക്കറിയാം പ്രീമിയർ ലീഗും പോയി ചാമ്പ്യൻസ് ലീഗും പോയി ഡൊമസ്റ്റിക് കപ്സ് ഒന്നുമില്ല, ട്രോഫിലെസ്സാണ് നമ്മൾ ഈ സീസണിൽ. പക്ഷേ അതിൻ്റെ ഒരു ഷാഗിനെസ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നമ്മുടെ ടീം കുറച്ച് അത് ഫൈറ്റ് ഉണ്ട് ഞങ്ങളുടെയിലും ഒരു വെടിക്കുള്ള മരുന്നൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിൽ ഒരു പുത്തൻ എനർജി ആയിട്ടാണ് ഫസ്റ്റ് ഹാഫിന് ശേഷം ആ ഒരു ബ്രേക്ക് ടൈമിൽ എന്താണ് ഡ്രസ്സിംഗ് റൂമിൽ മികേൽ ആർട്ടറ്റ പറഞ്ഞതെന്ന് അറിയില്ല. എനിവേ അത് ശരിക്കും വർക്കൗട്ട് ആയി എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ നല്ല എനർജിയോടെ സ്റ്റാർട്ട് ചെയ്തു ആർസണൽ ടീം. സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു ഗോൾ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. ട്രൊസാർഡ് ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് കൊടുക്കുന്ന ഒരു ലോഫ്റ്റഡ് ക്രോസിലേക്ക് ഗബ്രിയേൽ മാർട്ടിനെല്ലി രണ്ടുപേരും പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തിരുന്ന സമയത്തേക്ക് ഗബ്രിയേൽ മാർട്ടിനെല്ലി ലെഫ്റ്റ് വിങ്ങിൽ നിന്നും സെൻട്രൽ സ്ട്രൈക്കിംഗ് ഏരിയയിലേക്കും വന്നു. ട്രൊസാർഡ് ലെഫ്റ്റ് വിങ്ങിലേക്കും വരുന്നു. സോ ട്രൊസാർഡ് വെച്ചെടുക്കുന്ന ആ ലോഫ്റ്റഡ് ക്രോസിലേക്ക് മാർട്ടിനെല്ലിയുടെ വക ഒരു പ്രിസൈസ് ഹെഡറായിരുന്നു, പ്ലേസ് ചെയ്യുന്നൊരു ഹെഡറായിരുന്നു. അവിടെ ഗോൾ കീപ്പറായ അലിസൺ ബെക്കർ അവിടെ ഫെയിൽഡായി എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു ഗോൾ സെക്കൻഡ് ഹാഫിൻ്റെ ഊർജ്ജസ്വലമായ തുടക്കത്തിൽ നിന്ന് തന്നെ അവിടെ ഒരു ഗോൾ നേടിയെന്നുള്ളതാണ്. പിന്നീട് 70-ാമത്തെ മിനിറ്റിൽ ക്യാപ്റ്റനായ മാർട്ടിൻ ഒഡഗാർഡിൻ്റെ ഒരു പൈൽ ഡ്രൈവിംഗ് ഷോട്ട്, അത് ഗോൾ കീപ്പറായ അലിസൺ ബെക്കർ സേവ് ചെയ്തു. പോസ്റ്റിൽ തട്ടി റീബൗണ്ട് വന്ന പന്തിലേക്ക് മിക്കേൽ മെറീനോ ഹെഡർ ഗോൾ വെക്കുകയായിരുന്നു. അവിടെ അങ്ങനെ 70-ാമത്തെ മിനിറ്റിൽ ആൻഫീൽഡ് 2-2 എന്നുള്ള പൊസിഷനിലേക്ക് നമ്മൾ എത്തി. സെക്കൻഡ് ഹാഫ് ലിവർപൂൾ കളിച്ച സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു പെർഫോമൻസ് സെക്കൻഡ് ഹാഫിലേക്ക് അവർ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മളാണെങ്കിൽ അപ്പർ ഹാൻഡ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഒരു പ്യുവർ കംബാക്ക് നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിരുന്നു. ബട്ട് 79-ാമത്തെ മിനിറ്റിൽ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു എന്നുള്ളതാണ്. അവിടെ മിക്കേൽ മെറീനോ സെക്കൻഡ് യെല്ലോ കാർഡ് സബോസ്ലൈനെ വീഴ്ത്തിയായിരുന്നു. നമ്മുടെ ബോക്സിന് തൊട്ട് വെളിയിൽ വെച്ച് സബോസ്ലൈനെ വീഴ്ത്തിയായിരുന്നു. സെക്കൻഡ് യെല്ലോ കാർഡ് ആൻ്റണി ടൈലർ റഫറിയുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്നുള്ളതാണ്. ആൻഡ് റെഡ് കാർഡ് മേടിച്ചു, പ്ലെയർ പുറത്തേക്ക് പോയി. സോ നമ്മുടെ സീസണിൻ്റെ സ്റ്റോറി മൊത്തം ഇങ്ങനെയാണ്. നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്തു വരും, നമുക്കൊരു പ്രതീക്ഷ വരും, ഇതിപ്പോൾ ശരിയാവും എന്ന് പറയുമ്പോഴേക്കും ഏതെങ്കിലും ഒരു പ്ലെയർ ഇഞ്ചേർഡ് ആവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത്സരത്തിലൊരു തോൽവി, നമ്മൾ പ്രതീക്ഷിക്കാത്ത മത്സരത്തിൽ തോൽവി വരും. അതേപോലെ തന്നെ ഈ ഒരു കംബാക്ക്, ഒരു മത്സരത്തിൽ നല്ലൊരു പ്യുവർ കംബാക്ക് നമുക്ക് കിട്ടും. നമുക്ക് ഈ ഒരു സീസണിൻ്റെ അവസാനത്തേക്ക് ഒരു ബൂസ്റ്റായിട്ട്, മീൻസ് ട്രോഫി ഒന്നും കിട്ടിയില്ലെങ്കിലും സ്റ്റിൽ ഒരു ഹൈയിൽ നമുക്ക് ഈ സീസൺ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയില്ല. അത്രയ്ക്കും പ്രസ്റ്റീജിയസ് ആയിട്ടൊരു പോരാട്ടം തന്നെയാണ് ആൻഫീൽഡിൽ വരുന്നത്. സോ അവിടേക്ക് വന്നപ്പോൾ എഗെയിൻ നമുക്കൊരു അടി കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ റെഡ് കാർഡ് മേടിച്ച് മിക്കേൽ മെറീനോ പോയി. പക്ഷെ അതിനുശേഷം നമ്മളുടെ ടീം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓഫ് ദ ബോൾ നമ്മൾ 4-4-2 ഫോർമേഷനാണ് മിക്കപ്പോഴും നിൽക്കാറ്. പക്ഷേ ഇപ്പോൾ ഒരു റെഡ് കാർഡിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ഒരു
3-1 മാർട്ടിനലി മാത്രം ഓടിക്കളിക്കുന്ന ഒരു രീതിയിലേക്ക്. ബുക്കായോ സാക്ക ആദ്യം നോക്കുകയാണെങ്കിൽ ആ റെഡ് കാർഡ് മേടിച്ചിട്ട് കുറച്ച് നേരത്തേക്ക് ലെഫ്റ്റ് വിങ്ങിലേക്ക് ബുക്കായോ സാക്ക കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ബുക്കായോ സാക്കയെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റുകയായിരുന്നു. പിന്നീട് ടിയണിയും സിഞ്ചക്കും എല്ലാം കടന്നു വന്നു മത്സരത്തിലേക്ക് എന്നുള്ളതാണ്. സോ മത്സരത്തിൽ നമ്മൾ പിന്നീട് ഒരു 5-3-1 ഫോർമേഷനിൽ കളിക്കാൻ തുടങ്ങി. നമുക്ക് അവസാനം കിട്ടിയതാണ്. അവസാനം ആ 90 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ക്യാപ്റ്റനായ ഓഡഗാർഡിന് ഒരു അവസരം, ഒരു കൗണ്ടർ അറ്റാക്കിങ് അവസരം കിട്ടിയതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് ജസ്റ്റിന് വെളിയിലോട്ട് പോയി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലിവർപൂളിനും അവസരം കിട്ടിയെന്നുള്ളതാണ്. ലിവർപൂളിന് അവസാന നിമിഷം, അവസാനത്തെ ആ ഒരു പ്ലേയിൽ ലിവർപൂളിന് ഒരു കോർണർ കിട്ടുന്നുണ്ട്. സോ അതിൽ നിന്നും കൊനാറ്റയുടെ ഒരു ഹെഡർ, വാൻഡിക്കിൻ്റെ ഒരു ഹെഡറിൽ നിന്നും ആദ്യം നമ്മുടെ ഡേവിഡ് റായ സേവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം റോബർട്ട്സൺ അത് ഫിനിഷ് ചെയ്യുന്നുണ്ട്. സോ ആൻഫീൽഡ് പൊട്ടിത്തെറിച്ചു, ഓക്കെ ഫൈൻ, വിജയിച്ചു എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ ഒരു ഫൗൾ ആൻ്റണി ടൈലർ കണ്ടായിരുന്നു എന്നുള്ളതാണ്. കൊനാറ്റെ നമ്മുടെ ലൂയിസ് മൈൽസ് സ്കെല്ലിനെ മുഖത്ത് പിടിച്ച് തള്ളുന്ന ഒരു ഫൗൾ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഗോൾ ഡിസലവ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. സോ അങ്ങനെ 2-2 എന്നുള്ള രീതിയിൽ മത്സരം അവസാനിച്ചു എന്നുള്ളതാണ്. ഒരു സ്ട്രോങ് റിസൾട്ട് തന്നെയാണ് സായം. കാരണം നമ്മൾ 2 ഗോളിന് പിറകിൽ നിന്ന മത്സരം, അത് ആൻഫീൽഡ് പോലൊരു സ്റ്റേഡിയത്തിൽ, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആ ഒരു ഷാഗി പെർഫോമൻസിന് ഒരു മറുപടി സെക്കൻഡ് ഹാഫിൽ കൊടുത്തു എന്നുള്ളത് പറയുമ്പോൾ അത് വളരെയധികം എടുത്തു പറയേണ്ടത്. 10 ആളെ ചുരുങ്ങി എന്നുള്ളത്, നമ്മളിപ്പോൾ ആദ്യമായിട്ടല്ല ഈ സീസണിൽ 10 ആളായിട്ട് ചുരുങ്ങുന്നത്. നമ്മൾ സിറ്റി ആയിട്ടുള്ള മത്സരം, സിറ്റി സ്റ്റേഡിയത്തിലുള്ള മത്സരത്തിൽ നമ്മൾ 10 ആളായി ചുരുങ്ങിയതാണ്. പക്ഷെ അവിടെ അന്ന് വിജയം നമുക്ക് കൈവിട്ട് പോയതാണെങ്കിൽ ഇവിടെ തോൽക്കാതെ നമ്മൾ പിടിച്ചു നിന്നു ആൻഫീൽഡ് എന്നുള്ളതാണ്. ടോപ്പ് 6 ടീമുകൾക്കെതിരെ നമ്മൾ ഇപ്പോഴും തോറ്റിട്ടില്ല എന്ന് പറയേണ്ടതും ഒരു വലിയ കാര്യം തന്നെയാണ്. മിക്കൽ ആർട്ടറ്റയുടെ കീഴിൽ ട്രോഫി ഒന്നും പറയാനില്ലെങ്കിലും ഇതൊരു എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. ടോപ്പ് 6 ടീമുകളുടെ അടുത്ത് ഇപ്പോഴും നമ്മൾ തോറ്റിട്ടില്ല എന്നുള്ളത്. സോ അങ്ങനെ പിന്നീട് മത്സരത്തിൽ എടുത്തു പറയാനുള്ള ഒരു വേറെ രസകരമായൊരു സംഭവം, അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെൻഡ് അലക്സാണ്ടർ-ആർനോൾഡ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അനൗൺസ് ചെയ്തായിരുന്നു പ്ലെയർ പോവുകയാണ്, ക്ലബ്ബ് വിടും ഈ ഒരു സീസൺ കഴിയുമ്പോൾ. നമുക്ക് എല്ലാവർക്കും അറിയാം റയൽ മാഡ്രിഡിലേക്കാണെന്ന് അറിയാം. സോ അതുകൊണ്ട് തന്നെ ട്രെൻഡ് അലക്സാണ്ടർ-ആർനോൾഡ് ഇറങ്ങിയ സമയത്ത് ലിവർപൂൾ ഫാൻസ് എനിക്ക് തോന്നുന്ന ഒരു മെജോറിറ്റി ഓഫ് ലിവർപൂൾ ഫാൻസ് വർ ബൂയിങ് ഹിം. മത്സരത്തിൽ പന്ത് എപ്പോൾ അലക്സാണ്ടർ-ആർനോൾഡിൻ്റെ കാലുകൾ കിട്ടുമ്പോഴൊക്കെ ലിവർപൂൾ ഫാൻസ് ആ ഒരു പ്ലെയറെ ബൂ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് കാര്യത്തിലാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതൊരു ടോക്സിക് മെൻറ്റാലിറ്റി ആയിട്ട് എനിക്ക് തോന്നി എന്നുള്ളതാണ്. ചെറുപ്പം തൊട്ട് ആ ക്ലബിൻ്റെ കൂടെയുള്ള പ്ലെയറാണ്. ഈ സീസണിലും വളരെ ഇമ്പോർട്ടൻറ്റ് റോളൊക്കെ തന്നെ ആ പ്ലെയറിനുണ്ടായിരുന്നു. അതിന് ശേഷം ആ ഒരു പ്ലെയർ ആഫ്റ്റർ ഇത്രയും വർഷങ്ങളുടെ സർവീസിന് ശേഷം ആ വേറെ ക്ലബിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ എന്തിനാണ് ആ പ്ലെയർ ബൂ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവാത്തൊരു സാഹചര്യമാണ്. ഇനി ഫ്രീ ആയിട്ട് പോകുന്നതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. എനിവേ അതൊരു വളരെ ടോക്സിക് സംഭവമായിട്ട് തോന്നി. ബട്ട് എനിവേ ഫാൻസിന് അവരുടേതായ റീസൺസ് ഉണ്ട്, അവർക്ക് അവരുടേതായ റൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു പ്ലെയർ ബൂ ചെയ്യണമെങ്കിലും ക്ലാപ്പ് ചെയ്യണമെങ്കിലും അത് അവരുടെ ഇഷ്ടമാണ്. സോ അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ടച്ചിൽ വ്യൂ ചെയ്യാനേ പറ്റത്തുള്ളൂ. അതൊരു നല്ല സംഭവമാണോ എന്നുള്ള വ്യൂ ചെയ്യാനേ പറ്റത്തുള്ളൂ. നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. സോ എനിവേ ആൻഫീൽഡിൽ വിജയം അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നേടിയെടുക്കാൻ ടീമിന് കഴിഞ്ഞു. സോ ഇനിയുള്ള 2 മത്സരങ്ങളും ആഴ്സണലിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം ഇനി വരുന്ന ന്യൂകാസിൽ യുണൈറ്റഡ് ആയിട്ടുള്ള മത്സരം വരുന്നുണ്ട്. ആഴ്സണലിൻ്റെ ലാസ്റ്റ് ഹോം മാച്ചാണത്. അതിനുശേഷം സൗത്താംപ്ടൺ ആയിട്ടാണ് അടുത്ത മത്സരം വരുന്നത്. സോ ഈ 2 മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ 68 പോയിൻ്റ് ഉണ്ട്. ലിവർപൂളാണെങ്കിൽ 83 പോയിൻ്റ് എത്തി. 15 പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട് നമ്മളും ലിവർപൂളും തമ്മിൽ. സാഡ് തിങ് ടു സേ. എനിവേ നമ്മൾ അവർക്ക് അത്രയും ഫൈറ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഗ്യാപ്പിൽ നമ്മളിപ്പോൾ സെക്കൻഡിൽ ഫിനിഷ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അവർക്കൊരു ഈസി റൺ നമ്മൾ കൊടുത്തു എന്ന് പറയുന്നത്. എനിവേ നമ്മുടെ തൊട്ട് താഴെ നിൽക്കുന്നത് ന്യൂകാസിൽ യുണൈറ്റഡ് 3-ാം സ്ഥാനത്ത് 66 പോയിൻറ്റുമായിട്ട് 2 പോയിൻറ്റ് വ്യത്യാസമുള്ളൂ. നമ്മുടെ അടുത്ത മത്സരം വരുന്നത് ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെയാണ്. സോ ആ ഒരു മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ ഒരു 2-ാം സ്ഥാനം സീൽ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ 5-ാമത് നിൽക്കുന്ന ചെൽസിക്കായിട്ട് 5 പോയിൻറ്റിന് വ്യത്യാസം നമുക്കുള്ളൂ. അവർക്ക് 63 പോയിൻ്റാണുള്ളത്. സോ ടോപ്പ് 5 ഒരു പൊസിഷൻ സീൽ ചെയ്യുന്നതിനും ആ ടോപ്പ് 2 സ്പോട്ട് സീൽ ചെയ്യുന്നതിനും അടുത്ത മത്സരങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ന്യൂകാസിലിനെതിരെ ലാസ്റ്റ് ഹോം ഗെയിമാണ് നമുക്ക് വരുന്നത്. വളരെ ക്രൂഷ്യലായിട്ടൊരു മാച്ച് തന്നെയായിരിക്കും. നല്ല പെർഫോമൻസ് തന്നെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. എനിവേ ഈ പറഞ്ഞ 2 മത്സരങ്ങളെ കുറിച്ച്, അൽ ക്ലാസിക്കോനെ കുറിച്ചും ഇപ്പോൾ ആൻഫീൽഡ് കഴിഞ്ഞ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിലും രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനലിലെ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മുടെ ഈ ചാനലിനെ പറ്റിയും ഈ വീഡിയോസിനെയൊക്കെ പറ്റിയും ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.